മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ഓഹരി വിപണികൾ സർവകാല റെക്കോർഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 759 പോയിന്റ് ഉയർന്ന് 73,300-ലും നിഫ്റ്റി 22,100-ലും ക്ലോസ് ചെയ്തു. നേട്ടമുണ്ടാക്കി IT മേഖല. വിപ്രോ ഓഹരി വിലയിൽ 6% വർധന. വിലക്കയറ്റം കൂടിയതും വ്യവസായ വളർച്ച കുറഞ്ഞതും വിപണിയെ ബാധിച്ചില്ല. 2020 മുതലുള്ള കാലയളവിൽ 5 അതിസമ്പന്നരുടെ ആസ്തി ഇരട്ടിയായെന്ന ഓക്സ്ഫാം റിപ്പോർട്ട്. ആസ്തി വർധന മണിക്കൂറിൽ $14 ദശലക്ഷം എന്ന നിരക്കിൽ. 148 മുൻനിര കോർപ്പറേറ്റുകൾ $1.8 ലക്ഷം കോടി ലാഭം നേടിയെന്നും ഓക്സ്ഫാമിന്റെ വാർഷിക അസമത്വ റിപ്പോർട്ട്. 10 വർഷത്തിനുള്ളിൽ ലോകത്ത് ആദ്യ ലക്ഷം കോടീശ്വരനുണ്ടാകുമെന്നും റിപ്പോർട്ട്. 2024 ആഗോള സമ്പദ് വ്യവസ്ഥ ദുർബലമാകുമെന്ന് 56% സാമ്പത്തിക വിദഗ്ധർ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിപ്പോർട്ട്. ഭൗമരാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ, ജനറേറ്റീവ് AI വികസനം എന്നിവ വെല്ലുവിളിയാകുമെന്ന് WEF. സുസ്ഥിരതയ്ക്കും സാമ്പത്തിക ഉൾച്ചേർക്കലിനും കൂട്ടായ ശ്രമം വേണമെന്ന് ചീഫ് ഇക്കണോമിസ്റ്റ് ഔട്ട്ലുക്ക്. നിപ വൈറസിനെതിരായ വാക്സിൻ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിച്ച് ഓക്സ്ഫോർഡിലെ ശാസ്ത്രജ്ഞർ. ചാഡ് OX1 നിപ ബി വാക്സിൻ പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നത് 18-നും 55-നും ഇടയിൽ പ്രായമുള്ള 51 പേർ. 25 വർഷം മുൻപ് പൊട്ടിപ്പുറപ്പെട്ട വൈറസിന് നിലവിൽ അംഗീകൃത വാക്സിനുകളോ ചികിത്സയോ ഇല്ല. സിലിക്കൺ വാലിയിൽ വീണ്ടും തൊഴിൽ സുരക്ഷാ ഭീഷണി. ആമസോണും മെറ്റയും വീണ്ടും കൂട്ടപ്പിരിച്ചുവിടലിലേക്ക്. കൂട്ടപ്പിരിച്ചുവിടൽ സ്ഥിരീകരിച്ച ഗൂഗിൾ. AI വന്നതോടെയുള്ള പുനഃക്രമീകരണം കാരണമാണ് പിരിച്ചുവിടലെന്ന് വിശദീകരണം. പോയ വാരങ്ങളിൽ പിരിച്ചുവിട്ടത് 1000 പേരെ. വിപണി ഇന്ന് റെക്കോർഡ് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വ്യാപാരം തുടങ്ങിയതും വ്യാപാരം അവസാനിപ്പിച്ചതും റെക്കോർഡിലായിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. നിഫ്റ്റി 22,000 എന്ന പോയിന്റ് കടന്നു. വെറും 25 വ്യാപാര ദിവസങ്ങളിലാണ് നിഫ്റ്റി ഇത്രയധികം പോയിന്റ് നേട്ടമുണ്ടാക്കിയത്. ഡിസംബർ 27-ന് 72,000 ആയിരുന്ന സെൻസെക്സ് ഇന്ന് 73,000 കടന്നു. അപ്പോൾ ഇത്രയധികം ലക്ഷം കോടികളുടെ ആസ്തിയാണ് ഓരോ നിക്ഷേപകരുടെ, ഓരോ കമ്പനികളുടെയും ആസ്തിയിലുണ്ടായിരിക്കുന്ന വർധന. ഇന്ന് മാത്രം 3 ലക്ഷം കോടിയുടെ വർധനയാണ് സെൻസെക്സിലും നിഫ്റ്റിയിലുമായി ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ദേശീയ ഓഹരി വിപണിയുടെ ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാൽ ദേശീയ ഓഹരി വിപണി 202 പോയിന്റ് ഉയർന്ന് 22,097-ലായിരുന്നു ക്ലോസിംഗ്. ബാങ്ക് നിഫ്റ്റിയും ഫൈനാൻഷ്യൽ സർവീസസ് നിഫ്റ്റിയും നല്ല നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ വിഭാഗത്തിലുള്ള ഓഹരികളെല്ലാം ഇന്ന് നേട്ടമുണ്ടാക്കി. ഇനി സെൻസെക്സിലേക്ക് വന്നാൽ സെൻസെക്സ് 73,000 എന്ന സംഖ്യ കടന്നു. ഡിസംബർ 27-ന് വെറും 72,000-ലായിരുന്നു. 1000 പോയിന്റ് മറികടന്നത് ഇത്രയും അധികം ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ്. 759 പോയിന്റ് കൂടി 73,327-ലാണ് ഇന്ന് സെൻസെക്സ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതേപോലെ തന്നെ രൂപയും നേട്ടമുണ്ടാക്കിയ ഒരു ദിവസമാണ്. രൂപയ്ക്ക് 1 പൈസ നേട്ടത്തിൽ 82 രൂപ 88 പൈസ എന്ന നിലയിലാണ് ഡോളറിനെതിരെ വ്യാപാരം അവസാനിപ്പിച്ചത്. നമ്മുടെ അതിഥി നമ്മോടൊപ്പം ചേരുകയാണ്. KV സാമുവലാണ്, ഡയറക്ടർ DBFS. ശ്രീ KV സാമുവൽ, എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഓഹരി വിപണിക്ക്. 3 ലക്ഷം കോടിയുടെ ആസ്തി വർധന മൊത്തത്തിൽ ഇന്ന് വിപണിയിലുണ്ടായി. IT ഓഹരികളുടെ ഒരു മേൽക്കൈ. ഇനി നാളെ ഒരു കറക്ഷനുള്ള സാധ്യതയാണോ, അതോ ഈ ഒരു മുന്നേറ്റം തുടരുമോ? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സ്വത്തിന്റെ 1/3 ഓഹരി വിപണിയിൽ നിന്നാണ് വരുന്നത്. എക്കാലത്തെയും ഉയർന്ന വിലയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഓഹരി വിപണി ഓരോ ദിവസവും ആയിരക്കണക്കിന് കോടീശ്വരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് സർവകാല റെക്കോർഡിന് സമീപത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് US മാർക്കറ്റ് ക്ലോസ് ആണ്. മാർട്ടിൻ ലൂതർ കിങ്സ് ജൂനിയർ ഡേ ആണ്. അതുകൊണ്ട് നാളെ ഓപ്പണിങ്ങിൽ ഒരു വലിയ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്നില്ല. ഒരു സ്റ്റഡി ഓപ്പണിംഗ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്ത നിഫ്റ്റി ഓഹരികൾ വിപ്രോ, ONGC, HCL ടെക്. ഏറ്റവും താഴ്ച നേരിട്ടത് HDFC ലൈഫ്, ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസർവ്. ഇന്ന് കേരളത്തിലെ ബാങ്കിങ് ഓഹരിയായ ധനലക്ഷ്മി ബാങ്ക് 20% നേട്ടം കൈവരിച്ച് 43 രൂപ 55 പൈസയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. സോ അതുകൊണ്ട് നാളെ ഒരു വലിയ ഉയർച്ച പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഒരു സ്റ്റഡി മാർക്കറ്റ് തന്നെയാണ്. അത് കുറച്ച് ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ.
താങ്ക് യു. ശരി, താങ്ക് യു ശ്രീ കെ വി സാമുവൽ. എന്തായാലും രാജ്യത്ത് വിലക്കയറ്റം കൂടുന്നുവെന്ന വാർത്തയോ വ്യാവസായിക വളർച്ചയിൽ നേരിയ ഇടിവുണ്ടെന്ന വാർത്തയോ ഒന്നും വിപണിയെ ബാധിക്കുന്നില്ല, നിക്ഷേപകരെ ബാധിക്കുന്നില്ല. നിക്ഷേപം നന്നായി തുടരുകയാണ്, വിപണികൾ മുന്നോട്ട് പോവുകയാണ്. മാർക്കറ്റ് വ്യൂവിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ 9:30 വീണ്ടും കാണാം. നമസ്കാരം. ഇപ്പോൾ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അനുജ ചേരും. നമസ്കാരം.